ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചെയ്തു തരേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോറി, അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. വീഡിയോസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കും. എന്ത് പറ്റി സാറിന്? എന്താണ് അസുഖം? എന്ത് പറ്റി? പനിയാണോ? പനി, ചുമ. 3 മാസമായി ചുമ വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഹലോ. 20 പേരാണ് ഉള്ളത്. പക്ഷെ 16 പേരെ ആയിട്ടുള്ളൂ. 9-10 ആയില്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ, അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് പറയാം. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാൻ പറ്റുന്നുണ്ട് സാർ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അല്ല മേഡം, ഞാൻ ചോദിച്ചതിന്റെ ഒരു ഉത്തരം കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ വർക്ക് ഓർഡർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഒരു ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഷോപ്പിന്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുക. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരാനായിട്ട്. ഹലോ, ഒച്ചയില് പറഞ്ഞോളൂ. അതെ, കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഷോപ്പിന്റെ പേര്, ലോഗോ, പിന്നെ സീൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഉള്ളത് കോണ്ടാക്ട് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അത് അവര് നമ്മുടെ ഇവിടെ അടുത്തൊന്നും പറഞ്ഞില്ല. എറണാകുളം കൊണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ നമുക്ക് ഇവിടുത്തെ എറണാകുളത്താണെങ്കിൽ പിന്നെ നമുക്ക് സാറിന് നേരിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. നമുക്ക് അറിയത്തില്ലാത്ത ഒരാളോട് സംസാരിക്കുന്നേക്കാട്ടിലേ നമുക്ക് സ്ഥലവും കൂടെ സാറിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. അതാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അറിവ് കിട്ടണം. കാരണം ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എവിടെയെങ്കിലും നിങ്ങൾ ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇത്ര രൂപ റേറ്റ് ഉണ്ട്, അങ്ങനെ ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ടതില്ല. നമുക്കറിയാവുന്ന ഓരോ ജില്ലകളിലും പെട്ടിട്ടുള്ള ആളുകളുടെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇൻക്ലൂഡിങ് പ്രിന്റിങ്ങിന്റെ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അതനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പ്രശ്നമില്ല. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഇന്ന് വർക്ക് ഓർഡറുകൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൺഫേം ആയിട്ടുണ്ട്. അതിൽ 3-4 കേസ് എന്തോ പെൻഡിങ് ഉണ്ട്. അത് നാളെ രാവിലത്തേക്ക് ഓർഡർ കൺഫർമേഷൻ കിട്ടും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ലൈവായിട്ട് നമ്മളത് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആദ്യത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ വരുന്ന 75% വരുന്ന നമ്മളുടെ ഷോപ്പ് ഓണേഴ്സ്, അതായത് നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഷോപ്പിന്റെ ഓണർമാർ, അവര് വില പേശുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. ഈ വില പേശുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാഗ് വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒന്ന് നമുക്ക് മാർജിൻ കുറവായിരിക്കും, മറ്റൊന്ന് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നത് കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വരും. ആ ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടാവും. അപ്പോ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള റേറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിലെന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ഒന്നിൽ എന്നെയോ അല്ലെങ്കിൽ ട്രെയിനറെയോ വിളിച്ചതിന് ശേഷം ബാഗിന്റെ റേറ്റ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാതെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് റേറ്റ് പറയരുത്. പിന്നെ വരുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക്
ഇപ്പോ വില പേശുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ബാഗുകൾ വിൽക്കുന്നതിന് തെറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം. ഒന്നിന് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് ബാഗുകൾ വിൽക്കാൻ പറ്റും, മറ്റൊന്ന് നമ്മളുടെ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ് എന്തിനു നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കസ്റ്റമർ നമുക്ക് റെഗുലർ ആയിട്ട് ബിസിനസ് തരാൻ സാധ്യതയുള്ള ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പൊ 2 രൂപ പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് 1 രൂപയ്ക്ക് മാറ്റുന്നതിൽ തെറ്റില്ല. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലി കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. കൂലി 2 രൂപ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണം. കൂലിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന എല്ലാ ചെലവും കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ഒരു ലാഭം കിട്ടണം. ആ ലാഭം കിട്ടുന്നത് നമുക്ക് 1 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് എടുക്കാം. അത് നിങ്ങളുടെ തീരുമാനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തരാൻ പോകുന്ന സെറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഓർഡറുകളിൽ നിങ്ങൾ നാളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവർ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണുള്ളത്. ഷോപ്പ് നെയിം ഉൾപ്പെടെ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ചോദിക്കണം പ്രിന്റിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച്. പ്രിന്റിങ് നമ്മൾ കൂടുതലും നമുക്ക് ഓഫ്സെറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോ അവർ നിങ്ങളോട് ബാർഗെയിൻ ചെയ്യും, 500 താഴെ ബാഗുകൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയും. ഒരു കാരണവശാലും 500 താഴെയുള്ള ഒരു ഓർഡറുകൾ നിങ്ങൾ എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്രിന്റിങ്ങിലേക്ക് പോകേണ്ടി വരും. സ്ക്രീൻ പ്രിന്റിങ്ങിലേക്ക് പോകേണ്ടി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ ഈ മാസം, അതായത് മാർക്കറ്റിംഗ് പ്രാക്ടിക്കൽ പരിശീലന സമയത്ത് നിങ്ങൾക്ക് 4 ആഴ്ചകളിലായിട്ട് 2000 ബാഗിന്റെ വർക്ക് ഓർഡറുകളാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഡിലേ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 30 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 4000-നും 12,000-നും ഇടയിൽ ഒരു വരുമാനം കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% വരുന്ന നമ്മളുടെ സമൂഹത്തിലുള്ള വില പേശുന്ന കസ്റ്റമേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 20% ഉണ്ട് ഇതിന്റെ ഇടയിൽ വരുന്ന ആളുകൾ, അതായത് ആവറേജ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മിഡിൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഈ മിഡിൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബാഗുകൾ കൊടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഭം